ഹലോ, വെൽക്കം ടീച്ചേഴ്സ് കെയർ PSC. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഉദ്യോഗാർത്ഥികളെ, ഇതും നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നോട്ടിഫിക്കേഷൻ ആണ്. പുതിയ നോട്ടിഫിക്കേഷൻ ആണ്. ഡൽഹി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഓക്കെ, എപ്പോഴും നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് ഡൽഹി അല്ലെങ്കിൽ അതർ യൂണിവേഴ്സിറ്റീസ് മാത്രം പറയുന്നു? കേരളത്തിലൊന്നും വിളിക്കുന്നില്ല, അതുകൊണ്ട് കേരളത്തിന്റെ കാര്യം പറയുന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ 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 അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഒരു ബൾക്ക് വേക്കൻസി നോട്ടിഫിക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം. സിക്കിം യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ സിക്കിം യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യം അവർ പറയുന്നത്, അവിടെ ലോക്കൽ സ്റ്റുഡൻസിനെ മാത്രമേ അവർ വിളിക്കുന്നുള്ളൂ. അതായത് സിക്കിമില് ജീവിക്കുന്ന അല്ലെങ്കിൽ സിക്കിമിലുള്ള ആൾക്കാരെ മാത്രമേ അവർ റിക്രൂട്ട് ചെയ്യുന്നുള്ളൂ. വേറെ പുറത്തുനിന്നുള്ള അതർ സ്റ്റേറ്റിനെ അവർ അലോ ചെയ്യുന്നില്ല. അതിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ സിക്കിമിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ സിക്കിമിൽ ഇപ്പൊ റിസൈഡ് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിക്കിം യൂണിവേഴ്സിറ്റി ഒരു സൈറ്റിൽ കയറി നോക്കാം. അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അത് വേണമെങ്കിൽ ഒന്നും കൂടി അറിയിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഞാനത് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഡൽഹി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, ഇതിൽ ഒരുപാട് എന്താ പറയാ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടുതൽ പേരിലേക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ലൈക്കും ഹൈപ്പും പറയുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. കാരണം ഇത് ഒത്തിരി പേരിലേക്ക് എത്തുന്നതിന് വേണ്ടി, അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി എത്തുന്നതിന് വേണ്ടിയിട്ടാണ്, കുറച്ച് എൻഗേജ്മെന്റ് വീഡിയോക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ KVS, NVS, CMRS, ഈ AES, CTET, LPUP ലോങ് ടേം, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് വിളിച്ചോ, അല്ലെങ്കിൽ 7736750473 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജിലൂടെയോ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇതിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഓക്കെ, dcec.du.ac.in അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഡൽഹി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ് എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ DCAC എന്ന് ജസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇതിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്. അക്കാഡമിക്സ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞ കിടക്കുന്നുണ്ട്, അല്ല അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് പറഞ്ഞാൽ രാജീവ് ചോപ്രയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ. ഓക്കെ, ഇവിടെ കിടക്കുന്നു. ലേറ്റസ്റ്റ് ന്യൂസിൽ താഴെ കിടപ്പുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ്, പെർമനന്റ് ടീച്ചിങ് പോസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ദ കോളേജ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് എത്തും. ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. ഈ ഒരു പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒന്നാമത്തത് അപ്ലൈ ഓൺലൈൻ ഫോർ ടീച്ചിങ് പോസ്റ്റ്, രണ്ടാമത്തെ ഇൻഫർമേഷൻ ബ്രോഷർ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ അപ്ലൈ ഓൺലൈൻ നിങ്ങൾക്ക് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഇൻഫർമേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ബോക്സസ് കിട്ടും. നമുക്ക് അതിൽ നോക്കാം എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നുള്ളത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജാണ് അവൈലബിൾ ആവുന്നത്. ഓക്കെ, ഡൽഹി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, നേതാജി നഗർ, ന്യൂഡൽഹി, 110023 എന്ന് പറയുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഫോംസ് ആർ ഇൻവൈറ്റഡ്, പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ എടുത്ത വെബ് ലിങ്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അവിടെ തന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മുടെ പേ മാട്രിക്സ് എന്ന് പറയുന്നത് പേ ലെവൽ ഓഫ് 10th or 7th സെൻട്രൽ പേ കമ്മീഷൻ പേ മാട്രിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതില് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 6-ാം തീയതി, 6/9/2025 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. എന്തെല്ലാം പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്വർടൈസ്മെന്റ് കമ്പ്യൂട്ടർ സയൻസ് ഒരു പോസ്റ്റാണ്, STക്ക് വേണ്ടി ഒരു പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. എക്കണോമിക്സ് അൺറിസർവ്ഡ് ആണ് ഒരു പോസ്റ്റ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് EWS ആണ് ഒരു പോസ്റ്റ്. PWD ഒരു പോസ്റ്റാണ്. 2 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ജേർണലിസം ഒരു പോസ്റ്റാണ്. ഹിസ്റ്ററി 2 പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഹിസ്റ്ററി അതിൽ അൺറിസർവ്ഡ് 2 രണ്ടും അൺറിസർവ്ഡ് ആണ് വിളിച്ചിരിക്കുന്നത്. ഹിന്ദി ഒരു പോസ്റ്റിലേക്കാണ് അൺറിസർവ്ഡ്. മൊത്തം പിന്നെ മാത്തമെറ്റിക്സ് ഉണ്ട്, LV ആണ്, PWBD ആണ് ഒരു പോസ്റ്റാണ്. മൊത്തം ടോട്ടല് അൺറിസർവ്ഡ് 5, ടോട്ടലായിട്ട് 9 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പം അങ്ങനെ 9 പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇങ്ങനെയൊക്കെ വിളിക്കുള്ള എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻസ്, കാര്യങ്ങൾ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നോട്ടിഫിക്കേഷൻ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PG 55% PGയും
നെറ്റുമാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഇനി അത് നെറ്റ് എന്നുള്ളത് JRF ആവാം, PhD ആവാം, എന്തുവേണാവാം. ജസ്റ്റ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? മാസ്റ്റർ ഡിഗ്രി 55% ആൻഡ് നെറ്റ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. പിന്നെ അതിന്റെ അത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കാര്യങ്ങൾ ചിലതിൽ ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ, ചിലതിൽ എക്സാംസ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക, അതിനുശേഷം വായിച്ചു നോക്കുക. അതിന്റെ ഒരു ക്രൈറ്റീരിയ, നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഗ്രാജുവേഷൻ 80%, അതിന് ഓരോ മാർക്കുണ്ട്. ഗ്രാജുവേഷന്റെ മാർക്ക്, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷന്റെ മാർക്ക്, MPhil ഉണ്ടെങ്കിൽ അതിന്റെ മാർക്ക്, PhD മാർക്ക്, നെറ്റ് വിത്ത് JRFന്റെ മാർക്ക്, നെറ്റിന്റെ മാത്രം മാർക്ക്, പിന്നെ റിസർച്ച് പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ മാർക്ക്, ടീച്ചിങ് പോസ്റ്റ് ഡോക്ടർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മാർക്ക്, എന്തെങ്കിലും അവാർഡ്സുകൾ ഇന്റർനാഷണൽ, നാഷണൽ, സ്റ്റേറ്റ് ലെവൽ അവാർഡ്സുകൾ ഉണ്ടെങ്കിൽ, ഇന്റർനാഷണൽ ആണെങ്കിൽ 3 മാർക്കും, സ്റ്റേറ്റ് ലെവൽ ആണെങ്കിൽ 2 മാർക്കും. അങ്ങനെയാണ്. ഇങ്ങനെ ഈ മാർക്ക് എല്ലാം കൂടി ഒരു 100ൽ എടുത്തിട്ട് അതിൽ നിന്നാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്, സ്ക്രൂട്ടിനി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് MPhil പ്ലസ് PhD മാക്സിമം 25, JRF നെറ്റ് മാക്സിമം 10, അവാർഡ് കാറ്റഗറി 3 മാർക്സ്. അങ്ങനെ അക്കാഡമിക് സ്കോർ 84ഉം റിസർച്ച് പബ്ലിക്കേഷൻസ് 6ഉം ടീച്ചിങ് എക്സ്പീരിയൻസ് 10ഉം കൂടി കൂട്ടിച്ചേർത്ത് ടോട്ടൽ സ്കോർ 100. അങ്ങനെയാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, സ്ക്രീനിങ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ പറയേണ്ടത് അത്യാവശ്യമായിട്ട് പറഞ്ഞു തരേണ്ട ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കുറെ ഇമ്പോർട്ടന്റ് നോട്ട്സും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇതിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 500 രൂപയാണ്. അൺറിസർവ്ഡ് OBC WC കാറ്റഗറിക്ക് 500 രൂപയാണ്. അതുപോലെ തന്നെ SC ST PWD കാറ്റഗറി വുമൻ, സ്ത്രീകൾക്ക് എന്നിവർക്കൊന്നും എന്തില്ല, ഫീ ഇല്ല. SC STക്കും PWBDക്കും വുമൻ കാൻഡിഡേറ്റ്സിനും എന്തില്ല, നോ ആപ്ലിക്കേഷൻ ഫീ വിൽ ബി ചാർജ്ഡ് എന്നുള്ളതാണ്. ഓക്കെ, അത് മിക്കവാറും എല്ലാ ആപ്ലിക്കേഷൻസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സിക്കിം കോളേജിന്റെ നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ട്. ഒത്തിരി പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്, 10, 99, 100ഓളം പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ തനത് റെസിഡൻസിനെ മാത്രമേ വിളിച്ചുള്ളൂ. സിക്കിമിൽ റിസൈഡ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവർ സിക്കിമിൽ റിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിക്കിം യൂണിവേഴ്സിറ്റി സൈറ്റിൽ, വെബ്സൈറ്റിൽ ജസ്റ്റ് സിക്കിം യൂണിവേഴ്സിറ്റി കൊടുത്താൽ മതി. സൈറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അതിന്റെ ഒരു ഡീറ്റെയിൽ വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും 1 പോസ്റ്റൊന്നോ 2 പോസ്റ്റൊന്നോ നോക്കരുത്. നിങ്ങൾ അപ്ലൈ ചെയ്യുക, അത് പരീക്ഷ അറ്റൻഡ് ചെയ്യുക. പരീക്ഷയാണെങ്കിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുക, ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, കിട്ടണതും കിട്ടാത്തതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് പാർട്ടിസിപ്പേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, എനിവേ, അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് നമ്മുടെ ഡൽഹി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.